ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന പച്ചയായ കളവ് പ്രചരിപ്പിക്കുന്ന ഒരാളെ കണ്ടോ? നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ നിറവേറ്റി തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗ്യാരണ്ടി കിട്ടിയ പഠിച്ച തമ്പുരാൻ സ്പെഷ്യൽ ഓഫർ ചെയ്യുന്ന നാരിയത്ത് സ്വലാത്ത് എന്ന പേരുള്ള ഒരു സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിലെ വാല്യൂകളായി 1-2 മിനിറ്റുകൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ സ്വലാത്ത് നോദിയിട്ട് പഠിച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ആ കൈ പഠിച്ച തമ്പുരാൻ നിരാശയായി മടക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞ നാരിയത്ത് സ്വലാത്ത്. ഇയാൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞ കളവ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അല്ലെ വെളിവില്ലാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. എന്നാലും അത് കേട്ട് ഈ ഒരു സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വഹാബികൾക്ക് പരിചയമില്ല. മദ്ഹബികളിലെ 4 ഇമാമുമാരും ഇങ്ങനെ ഒരു സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള ഒരു സ്വലാത്താണ്. ഇത് ആരാണ് ഉണ്ടാക്കിയത്, എപ്പോൾ ഉണ്ടാക്കി എന്നുള്ളതിന് പോലും കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇവനെ പോലെയുള്ള ഈ സമസ്തക്കാർ ഇങ്ങനെ എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങളാണ് പഠിപ്പിച്ചിടുക. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് പോരാ. അവർക്ക് ഇനിയും പുതിയ സ്വലാത്തും പുതിയ നിസ്കാരവും പുതിയ ദിക്റും പുതിയ നോമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ, ഞാൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യം ഈ ദീനിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് ദീനിൽ കടത്തിക്കൂട്ടിയ ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്.